സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2-3 വർഷമായിട്ട് മോശമായിരുന്നു. ഇപ്പോൾ 2ലേക്ക് സർവ്വൈശ്വര്യകാരനായിരിക്കുന്ന വ്യാഴം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട്. ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാലും കണ്ടശനിയുടേതൊരു ദോഷമായത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം ശനിയുടെ ഭാഗ്യാധിപതിയാണ്. ഭാഗ്യാധിപതി ഏത് ഭാഗത്തുനിന്നാലും ഭാഗ്യത്തെ ചെയ്ത് കർമ്മസ്ഥാനത്തേക്ക് നിന്നാലും തൊഴിലിൻ്റെ കാര്യത്തിൽ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. എന്നാലും അഷ്ടമാധിപത്യം കൂടിയാകും ശനിക്കുണ്ട്. കണ്ടശനി ദോഷവും ചെയ്താണ്. അപ്പോൾ ശനി ഗുണവും ചെയ്യും, എന്നാൽ അതിനോടൊപ്പം തന്നെ കുറച്ച് ദോഷവും ചെയ്യുന്നത് കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടോ എള്ള് പായസമോ കഴിപ്പിക്കുക, അല്ലെങ്കിൽ എള്ളത്തിരി കത്തിക്കുക. 12-ൽ ചൊവ്വയും 2-ൽ സൂര്യനുമാണ്. 2-ാം ഭാവത്തിൽ വ്യാഴം നിവർത്തി സ്ഥാനാധിപതി കർമാധിപതിയോട് ചേർന്നിട്ടാണ് സൂര്യൻ സഹായസ്ഥാനാധിപതി നിൽക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയുള്ളതുകൊണ്ട് നല്ല സഹായങ്ങളും കിട്ടാനും തൊഴിൽ കിട്ടാനും ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും തിരുവാതിര നക്ഷത്രക്കാർ ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. പക്ഷേ ഒരു ബന്ധനദോഷമുണ്ട്. ബന്ധനദോഷം എന്ന് പറഞ്ഞാൽ 12-ാം ഭാവത്തിൽ ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നു. അതേപോലെ തന്നെ 2-ാം ഭാവത്തിൽ സൂര്യൻ. അപ്പോൾ സഹായിക്കേണ്ടവരുടേതായിരിക്കുന്ന പെരുമാറ്റം അപ്രിയമായിട്ട് വരിക. അതിൽ എങ്ങോട്ടെങ്കിലും പോകണം, എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും പ്രതീക്ഷിക്കാത്ത അതിന് തടസ്സങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഈ പാപമധ്യസ്ഥിതി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ മാസത്തിൽ അങ്ങനെ ഒരു യോഗമാണുള്ളത്. ചിലവ് ജാസ്തി വരിക, അതേപോലെ പിന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക, കുറച്ച് ദോഷങ്ങളും ഉണ്ട്. മാത്രമല്ല ഭാതകദശ ശൗര്യം എന്ന് പറയുന്ന യോഗമുണ്ട്. സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം, സംസാരം, സാമ്പത്തികമായിട്ടുള്ള ഇടപാട്, ഇതൊക്കെ നമുക്ക് ദോഷത്തെ ചെയ്യുന്ന, അല്ലെ നമുക്ക് വിപരീതമായിട്ടുള്ള അവസ്ഥകളെ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അപ്പം പ്രധാനമായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാഗ്യസ്ഥാനത്ത് അമൃതദോഷകണ്ഠകാരനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഒരു കാലസർപ്പയോഗം കൂടിയുണ്ട് കുറച്ച്. അതായത് എല്ലാ ഗ്രഹങ്ങളും രാഹുകാരികളുടെ ഒരു ഭാഗത്താണ്. അപ്പം അങ്ങനെ വന്നത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം കൂടി ചെയ്യണം. നാഗപൂജ ചെയ്യണം, അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ദൈവാധീനം ഉണ്ടെങ്കിൽ പോലും ദേവി 6-ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ 12 ദുരിതത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യും. ഇത്രയും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ്. 7-ാം ഭാവാധിപതി രത്നത്തിലുള്ളതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ കുടുംബത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടാനും കൂടി യോഗമുള്ള സമയമാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അനുകൂലമായിരിക്കുന്ന വിവാഹത്തിന് യോഗമൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നല്ല ബന്ധങ്ങളൊക്കെ വരാനുള്ള യോഗവും ജാതകപ്രകാരമുണ്ട്. പക്ഷേ ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ മറ്റുള്ള നക്ഷത്രക്കാരേക്കാൾ കൂടുതൽ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ, പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ദേവീക്ഷേത്ര ദർശനം, ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കം കഴിപ്പിക്കുക, നാഗപൂജ, അയ്യപ്പക്ഷേത്ര ശനീശ്വരന് നീരാഞ്ജനം വഴിപാട്, ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല പ്രാർത്ഥന വേണം. നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.